സുനന്ദ പുഷ്കറിന്റെ മരണം ദുരൂഹമായി തുടരുമ്പോഴാണ് അവരുമായി അവസാനം സംസാരിച്ച വ്യക്തികളിലൊരാളായ നളിനി സിംഗ് മനസ്സ് തുറക്കുന്നത്. മരിക്കുന്ന ദിവസം പുലർച്ചെ 12:10 സുനന്ദ വിളിച്ചെന്നും 7 മിനിറ്റോളം സംസാരിച്ചെന്നും നളിനി സിംഗ് പറഞ്ഞു. ശശി തരൂരും പാക് മാധ്യമപ്രവർത്തക മെഹർ തരാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. അതൊക്കെ മറക്കാനും സുഹൃത്തുക്കൾ സഹായത്തിനുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനും ശ്രമിച്ചെന്ന് നളിനി സിംഗ് പറഞ്ഞു. സുനന്ദ അസ്വസ്ഥയായിരുന്നെന്നും സംസാരിക്കുന്നതിനിടെ കരഞ്ഞുകൊണ്ടിരുന്ന അവർ ഇടയ്ക്ക് മനസാന്നിധ്യം വീണ്ടെടുക്കുകയായിരുന്നുവെന്നും നളിനി സിംഗ് ഓർക്കുന്നു. She was a very good person. She was very warm and generous and right regular person who just liked a life full of pleasant. And she was also an aspirational person. You know, it's my duty to just inform the police about this phone call. That's all. I don't have anything else to say, but I will talk to them about this. കേരളത്തിൽ ചികിത്സ തേടിയ കാര്യം സുനന്ദ പറഞ്ഞിരുന്നു. ഗുരുതരമായ അസുഖമുണ്ടെന്ന ആധിയിലായിരുന്നു സുനന്ദയെന്ന് സംസാരത്തിൽ മനസ്സിലായതായും നളിനി സിംഗ് പറഞ്ഞു. സുനന്ദ ആത്മഹത്യ ചെയ്യുമോ എന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇത്തരം കാര്യം പോലീസിനോട് പറയാൻ താൽപര്യപ്പെടുന്നുവെന്നായിരുന്നു നളിനി സിംഗിന്റെ പ്രതികരണം. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.